എല്ലാവർക്കും കിട്ടിയല്ലോ, സമാധാനമില്ലേ? ചെക്കൊക്കെ കിട്ടിയറോയി, സന്തോഷം സമാധാനം. പക്ഷെ ഇതെങ്ങാനും അന്നത്തെ പോലെ മടങ്ങിയ ഞങ്ങളെല്ലാം കൂടെ ഒരു വരെ കൂടെ വരും, പറഞ്ഞേക്കാം. ഇതെങ്ങനെ മടങ്ങാനാടോ? നാളെ രാവിലെ ബാങ്കിൽ ഒരു 11 മണിക്ക് പോയിട്ട് ധൈര്യമായിട്ട് പ്രശ്നം ചെയ്തോ പൈസ കിട്ടിയിരിക്കും. അഥവാ മടങ്ങിയ ഞങ്ങൾ രണ്ടുപേരും മൊട്ടടിച്ച് റോഡേ കൂടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെങ്ങാനും മടങ്ങിയ നിങ്ങൾ രണ്ടിന്റെയും കഴുത്തിന് വലിയ തലയുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ മുട്ടയടിക്കുന്നേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. അളിയനോട് മുട്ടയടിക്കാൻ നടക്കുന്നു. ഇത്ര റോഡിന്റെ ഒരു അവസ്ഥ നോക്കണേ. വീടിന്റെ മുന്നിലൂടെ നടക്കാൻ ധൈര്യമില്ലായിരുന്ന ചൊറ്റകള് വീടിന്റെ അകത്ത് കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ട് പോവാ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞ ആ ടെൻഡർ പിടിക്കണ്ടെന്ന്. ഓഹോ, ആ ടെൻഡർ പിടിച്ചോണ്ടാണ് നമ്മൾ പൊളിഞ്ഞു പോയത്. ഏറ്റവും വലിയ അടി കിട്ടിയതേ നിന്റെ ആ വസ്തു കച്ചവടത്തില്ല, അല്ലാന്ന് പറയാൻ പറ്റൂ. പിന്നെ നിന്റെ തറവാട്ടുകാർക്ക് മാത്രമല്ല, ഞങ്ങളുടെ തറവാട്ടുകാർക്കും അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. വരുന്നവരെല്ലാവരും കെട്ടിയോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നതേ, വൈഫ് സിയാറ്റിലെ ആന്റിയെ കാണാൻ പോയിരിക്കുന്നെന്നാ. ഊട്ടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസ് മുടങ്ങാതിരിക്കാൻ അവൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ആർക്കാണ് ക്യാഷ് അഡ്വാൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ? വന്നോട്ടെ സാർ. വരൂ. എന്നാ സെബാസ്റ്റ്യൻ, നമ്മളൊന്നും വിശ്വാസമില്ലാതായോ? അയ്യോ, അതുകൊണ്ടല്ല സാർ. ചന്തയിൽ പച്ചക്കറിക്ക് അപ്പം തന്നെ കാശ് കൊടുക്കണം, എന്തായാലും അവർ തരുള്ളൂ. അതുകൊണ്ടാണ് സാറേ. ബാക്കിയുള്ള സെറ്റിൽ ചെയ്തല്ലോ? ഓ, ചെക്ക് തന്നെനിക്ക്, അത് നാളെ മാറുള്ളൂ. ലഞ്ച് ഉഷാറാക്കാം. അത് ഉഷാറാക്കാം സാറേ. വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ചാച്ചാ, ഇച്ചായൻ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് തരുമെന്ന്. അന്ന് സമയം കളയേണ്ടത് ഇങ്ങത്താ. എന്നത്? അല്ലേ വേണ്ട, ഇച്ചായൻ തന്നെ അങ്ങ് ഇട്ട് തന്നാ മതി. അല്ല സൂസൻ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാ പറയുന്നത്? ഇച്ചായൻ ജ്വല്ലറിന്ന് അന്ന് ഞാൻ പറഞ്ഞ നെക്ലസ് വാങ്ങിച്ചില്ലേ? നെക്ലസോ? നല്ലൊരു അണ്ടർവെയർ വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല. ജിൻസി പറഞ്ഞല്ലോ ഇച്ചായനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടുവന്ന്. ഞാനത് ഗോഡ്ബിനെ കാണാൻ പോയതാ, കുറച്ച് പൈസ റോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കള്ളം. നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ നിനക്ക് നാളെ തന്നെ നെക്ലസ് വാങ്ങിത്തരാം. തൽക്കാലം നീ അടിപ്പി അമ്മച്ചിനെ സഹായിക്കുക. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. പ്ലീസ് കേട്ടോ? ചെല്ലില്ല പ്ലീസ്. ഒന്ന് പെണ്ണുങ്ങളുടെ ഒരു കാര്യമേ, നെക്ലേസ്. എന്നാ നോക്കുന്ന? പുരുഷൻ ഒരു സ്ത്രീയിൽ മാത്രം തൃപ്തനാവുന്നവനല്ലെന്ന് എനിക്കറിയാം. ആ വിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്ന് കരുതി നമ്മൾ പൊളിഞ്ഞിരിക്കുമ്പോ അളിയന് മാത്രമേ പണി കാണിക്കരുത്. അലക്സ്, നീ എൻ്റെ അടുത്ത് മറ്റേ അടുത്ത് ഇതിൻ്റെയും കൂടെ ഒരു കുറവുകളായിരുന്നു. കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ, ഇങ്ങനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ, കൊള്ളാം, കുഴപ്പമില്ല. വിനകരുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ ആ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതില് നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കല്ലേ? ആ, നീ മിണ്ടായിരിക്കോടെ. നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കല്ലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ
പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്, എന്തോ? ബാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോളെ മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ, ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് എവിടം വരെയായി? അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്താ നാട്ടുകാർ പറയുന്നേ? സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുതാക എവിടെ ഉണ്ടോ? അവൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റോ. ഇതുപോലത്തെ പാർട്ടികളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാർട്ടികൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ആ, ഇതാരും സേവിയറോ? ഈ ചൈന ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ നിന്ന് കണ്ടപ്പോഴേ പിടിച്ചുപിടിയല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു അയ്യോ, ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന് നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? ആ, നീ അത്താഴം എടുത്തു നോക്ക്. വരൂ, കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. ആ. കുറച്ച് കുറച്ച്. ആ, മതി. ആ, മതി, മതി. കുറച്ചുകൂടെ. ഓ, കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. ആ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്ക് കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. ആ, അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-ാം ട്രിപ്പിന് സേവർ വരട്ടെ. ആ, അത് ശരിയാ. വരാം. അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ഓ, ആ സ്റ്റെപ്പ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. ഇതേപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ, എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ അങ്ങ് വിക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്.
നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലി മുളക് നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അർത്ഥങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ച പച്ചക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ജോണിച്ചോ, പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിന്റെ സേവയാ. റോയിയെ നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയാ രാഹുലം കഴിഞ്ഞ് ദൂരെ നിന്നുള്ള നമ്മൾ ഇവിടെ നേരത്തെ എത്തി. തൊട്ടടുത്തുള്ള ഇവർക്ക് വരാൻ എന്താ ഇത്ര താമസം? അതച്ചായോ, നമ്മുടെ ഒരു അച്ചടക്കവും കൃത്യനിഷ്ഠയൊന്നും ഇവിടുത്തുകാർക്ക് ഇല്ലെന്നേ. കുറച്ചുപേരെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രയും കുറച്ചുപേരെ വിളിക്കത്തുള്ളൂ എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ പോട്ടെ, കെട്ടുവരുമല്ലേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. മോളെ മതി കഴിച്ചത്, ആൾക്കാർ കാണും. ആൾക്കാർ കാണുന്ന വെച്ചാൽ ഞാൻ ആർക്ക് കൊടുക്കാനൊന്നും പോകുന്നില്ല. പെണ്ണിന്റെ കാര്യം. ചേട്ടാ ഇതൊന്ന് പറത്താൻ തരും ചേട്ടാ. പൊക്കോണം. എന്നാ പിള്ളേർ കളിക്കാനുള്ള സാധനം ഒന്ന് വെച്ചു ചേട്ടാ. ഇവന് അത്യാവശ്യത്തിന് റമോളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചാലും ശരി, ഇതൊന്നും നിന്റെ കയ്യിൽ തരാൻ പറ്റത്തില്ല. പ്ലീസ് ചേട്ടാ. ആ നടേ വന്നു. ഹലോ. മമ്മി ദേന്റെ ചെറുക്കൻ. നമസ്കാരം. വെൽക്കം. വന്നത് ഒത്തിരി നേരമായോ? ഇല്ല, ഒരു 1.5-2 മണിക്കൂർ. മെസ്സേജ് മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വന്നിട്ട് വരത്തുള്ളൂ. അതെ അമ്മച്ചി, ഇച്ചായൻ ഇന്നലെ ഒരു അത്യാവശ്യ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഒരു മനസ്സമ്മതം നടക്കുകയല്ലയോ? ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? റോയ് ഓഫീസിൽ പോയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഓ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ വെച്ചി. ബിസിനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി മുട്ടിപ്പോവും. പിന്നെ വീട്ടുമൂടാളത്ര സ്ത്രീധനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എന്താവാലോ, നമ്മുടെ കാര്യം അങ്ങനെ അല്ലല്ലോ. മോള് വാ 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 ചേട്ടാ. അവരെത്തി അമ്മച്ചി. എന്നെത്തിയിട്ടുണ്ട്. ഡോറ് തുറന്നിട്ടേ കൈ പിടിച്ച് കുട്ടി ഇറക്കിയത്. ഹായ്. ഡോർ അടച്ച്. രണ്ടുപേരും ഇങ്ങോട്ട് നോക്കി. ഇവിടെ
ചുള്ളനായിട്ടോ. താങ്ക് യു. വീണ്ടും സുന്ദരിയായിട്ടുണ്ട്. എനിക്കെന്നെ പിടിച്ചു തരുമോ? അതൊരു ക്യാമറ തുമ്പിയൊന്നും അല്ല. പിടിച്ചതാ. ഓക്കെ ആണ്. വാ പോവാം. മോളെ വാ പോവാം. ഒന്നുമില്ല, തുമ്പിയെ പിടിക്കണം.